പറഞ്ഞോ അനന്തപിള്ള സാറേ. ഓ, അനന്തംപിള്ളയുമായിട്ടാണല്ലോ ഇവക്ക് ഏത് നേരവും ഫോൺ വിളിയും ചാറ്റിങ്ങും ഒക്കെ. ഇതിലെന്തോ ഉണ്ട്. കോളിംഗ് ബെൽ അടിക്കാതെ കയറി വരുന്ന നാശം. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാൻ പോവുക. ആ പറയൂ സാർ. ഓ, ഇപ്പൊ വിളി സാറൊന്നാക്കി. ഞാൻ കേക്കൂന്ന് കരുതിയിട്ടാ. അനന്തേട്ടാന്ന് വിളിച്ചൂടെ? ഇമ്മീഡിയറ്റ് ആക്ഷൻ. രാജുവിനും വീട്ടുകാർക്കും എതിരെ ഉടൻ നടപടി. ആ വളരെ സന്തോഷം സാർ. താങ്ക് യു വെരി മച്ച്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓ ശരി. എന്റെ പൊന്നോ, ഉടക്കാതെ. അത്തരം അർത്ഥങ്ങളൊന്നും കൽപ്പിക്കുന്നവളല്ല ഞാൻ. എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ദയവായി നിങ്ങളും എന്നെ തെറ്റിദ്ധരിക്കരുത്. ദേ വെറുതെ അതും ഇതൊന്നും പറഞ്ഞു നടക്കരുത്. വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? ഇനിയിപ്പൊ കരയൊന്നും വേണ്ട. ഞാനൊന്ന് വെറുതെ പറഞ്ഞതാ. അല്ല, ആരായിരുന്നു ഫോണില്? നമ്മുടെ വാര്യത്തെ വിശാലാക്ഷി വാര്യസരായിരുന്നു. ആ മനസ്സിലായി. ആ കുടക്കമ്പിയിൽ ചക്കേരക്ക് തേച്ച് കാണിക്ക വഞ്ചിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ഗോവിന്ദ വാര്യരുടെ ഭാര്യ. അത് തന്നെ. അല്ലാതെ മഴ വിഴുങ്ങി അനന്തംപിള്ള അല്ല. അനന്തപിള്ളേ? അയാളെന്തിനാ എന്നെ വിളിക്കുന്നേ? അയ്യോ, ശരിയാണല്ലോ. അയാള് രുക്മിണിയെ വിളിക്കേണ്ട കാര്യം എന്തുവാ? ദേ വലിയമേ, സംശയം വെച്ച ആവശ്യമില്ലാത്ത കഥയുണ്ടാക്കിയല്ലേ. നമ്മള് തമ്മിലുള്ള ടേംസ് അങ്ങ് മാറുവേ. ഇപ്പോഴും നിന്റെ മുഖത്ത് ആ ദുഃഖം ബാക്കി നിൽപ്പുണ്ട്. നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ആരെന്ത് ചെയ്താലും നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അങ്ങനെ കരുതിയാ പോരെ? ഇന്നലെ ഹരീഷ് കുഞ്ഞില്ലാതായതിന്റെ സങ്കടവും ദേഷ്യമാ എനിക്ക് അവരോട്. എന്തായാലും എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ അവര്. പോട്ടെ ശ്രീലക്ഷ്മി, വാ. അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, അവരത് നടപ്പിലാക്കി. ദേ നോക്കി, അവർ ആഹാരത്തില് കെമിക്കൽ ചേർത്ത് തന്നു. നമ്മളൊരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത നമ്മുടെ കുഞ്ഞില്ലാതായതിനു പകരം നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നീ ഇല്ലാതായ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ആ ചാപ്റ്റർ ക്ലോസ്. ആ കറുത്ത ദിവസങ്ങൾ കടന്നുപോയി. നീ ഒന്ന് ചിരിച്ചേ. ചിരിക്കേ. എന്തായാലും അക്കാര്യത്തില് ദൈവം നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിച്ചെങ്കിലും മറ്റൊരു കാര്യത്തില് ദൈവം നമുക്ക് വലിയൊരു സന്തോഷം തന്നില്ലേ? ആ ഒരു ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് അമ്മ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ജീവന അമ്മയ്ക്ക് നിന്നെ. ശരിയാ ഹരീഷ്, സത്യത്തിൽ ഞാനും അത്ഭുതപ്പെടുക. ഒരമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നത് ഇവിടുത്തെ അമ്മയിലൂടെയാ. ഈ അമ്മ ഇത്രയും നല്ലൊരു അമ്മയായിരുന്നു എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുന്ന. അച്ഛൻ ഇവിടെ ഇല്ലാത്തോണ്ടായിരിക്കാം അമ്മ ആകെ മാറിപ്പോയി. ഇത്ര തങ്കപ്പെട്ട സ്വഭാവമാണ് എന്റെ അമ്മയ്ക്കെന്ന് ഇപ്പോഴാണ് ഞാനും തിരിച്ചറിയുന്നത്. നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം, സ്നേഹിച്ച് ജീവിക്കാം. എന്താണ് ഇതൊക്കെ? നിന്റെ വീട്ടിൽ കത്തിക്കാൻ നിന്റെ തള്ള സമ്മതിക്കില്ലേ? ഈ വീടിപ്പം ഞങ്ങളുടെടാ. അതിന്റെ സന്തോഷ സൂചകമായിട്ടാ ഈ പടക്കം പൊട്ടിക്കലൊക്കെ. ഈ വക വെടിക്കെട്ടൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, നിന്റെ വീട്ടിൽ പൊട്ടിച്ചാ മതി. ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങള് നിന്നെ ഹരീഷിനൊന്നും പടിയടച്ച് പെണ്ണും വെച്ചിട്ടില്ല മോളെ. നിങ്ങളല്ലേ ഞങ്ങളെ തകർക്കാൻ നോക്കുന്നത്. കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കണ്ട. 10 ദിവസത്തിനകം ഇറങ്ങണമെന്നാ കളക്ടറുടെ ഓർഡർ. നാണവും മാനവും ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെയും ഇറങ്ങാം. ഞങ്ങൾക്ക് അതേ ഉള്ളടാ, അഭിമാനവും അന്തസ്സും. അതൊന്നും ഇതുവരെ ആരുടെ മുമ്പിലും പണയം വെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആരുടെ മുമ്പിലും ഞങ്ങൾക്ക് തല ഉനിക്കേണ്ടി വന്നിട്ടില്ല. തന്ത്രപൂർവ്വം ഇത് പെരിപ്പിക്കണം. അതിനെന്താ ഒരു കുബുദ്ധി? ഒന്ന് ഹെൽപ്പ് ചെയ്യ എന്റെ ഭഗവാനെ. എന്റെ ഹരീഷെ, നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ ഒന്ന് പോ. ഞങ്ങൾ എങ്ങോട്ട് പോവാൻ? ഞങ്ങൾ കാലുകുത്തി നിൽക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്താ. പണ്ടിതേ നിങ്ങളുടെ വീടിന്റെ മുറ്റം തന്നെയായിരുന്നു. ഒരു ദിവസം പോലും തെറ്റാതെ
കൃത്യമായി വാടക തന്ന് ഞങ്ങൾ ഇവിടെ താമസിച്ചു. എന്നിട്ടും നിങ്ങൾ ഗുണ്ടായിസം കാണിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. അതൊരുമാതിരി അപമാനിക്കുന്ന പണിയായിരുന്നു. ഞങ്ങൾ മനുഷ്യരല്ലേ? ഹ്, നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഇല്ലെങ്കിലും ഞങ്ങൾക്കില്ലേട അഭിമാനം. ഹ്, അതുകൊണ്ട് നീയും നിന്റെ അമ്മയും കൂടി എലിയെ ചുടാൻ ഇല്ലത്തിന് തീയിട്ടതുപോലെ ഈ വീട് വടിവാള് ഭാസ്കരന് വിറ്റു. വടിവാള് ഭാസ്കരന്റേന്ന് 1 രൂപ പോലും അധികം ലാഭം കൊടുക്കാതെ ആ വീട് ഞങ്ങൾ അങ്ങ് വാങ്ങി. ഹ്, പിന്നെ നിന്റെ അമ്മയും അവനും നടത്തിയ ഗൂഢാലോചന കൊണ്ട് ആ വീട് ഞങ്ങൾക്ക് തരാൻ ഒരല്പം മടി കാണിച്ചു. തെറിക്കുത്തരം മുറിപ്പത്തല. അതുകൊണ്ട് അവൻ കാണിച്ച ഗുണ്ടായുസത്തിന് ഡബിളായിട്ട് ഞങ്ങളും കാണിച്ചു ഗുണ്ടായുസം. മകനെ, ചട്ടിയും കലവും ആകുമ്പം തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. നമ്മളൊക്കെ കുരുട്ട് പാലയ്ക്കാ പോലെ ഇരിക്കുകയാണെങ്കിലും ബന്ധുക്കളല്ലേ? ബന്ധുക്കളോ? അതൊക്കെ കഴിഞ്ഞൊരു കാറ്റിലങ്ങ് പറന്നുപോയി വല്യമ്മ. ഇപ്പൊ ബദ്ധ ശത്രുക്കളാ. ഇനി മുതൽ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അല്ല, നീയും ഭാര്യയും കൂടി ഈ മുറ്റത്ത് വന്ന് പടക്കം പൊട്ടിച്ച് കളിക്കുന്ന എന്തിനാ? വസ്തു ഞങ്ങള് വാങ്ങിച്ചിരിക്കുന്നത് ഭാസ്കരന്റെ അടുത്തുനിന്നല്ലേ? വാസ്തവത്തില് പരാതിക്കാരൻ അയാളല്ലേ? ഭാസ്കരൻ ഞങ്ങളുടെ ബിനാമിയാടാ.